137 137 137 ഈക്വൽ ഷെയർസ് എന്ന പോർഷനാണ്. ഈക്വൽ ഷെയർസ് കണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ വിടുന്നത്. തപസ്യ ഓൺ ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് അതായിരുന്നു. എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി? ഒരു 18 ബുക്സ് 100 പേജിൻ്റെ 18 നോട്ട് ബുക്സ് ഒരു ബണ്ടിലുണ്ട്. അപ്പോൾ അത് എത്ര കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കും? 2 എണ്ണം വീതം എത്ര കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കും എന്നതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ അതിനെ തുടർന്ന് കുറച്ചെണ്ണം ഹരിക്കാനും കൂടി നിങ്ങളെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അല്ലേ? അതല്ലേ ലാസ്റ്റ് മാത്സ് ക്ലാസ് ചെയ്തത്? ആണോ? യെസ്, എന്താ പ്രതികരിക്കും? ഓക്കെ. അപ്പോൾ ആ ഹരണം കിട്ടിക്കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് അതിലത്തെ ആ ക്വസ്റ്റ്യൻസിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് നോക്കി ചെയ്യാനാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് യു ഹാവ് ടു റീഡ് ഇറ്റ് ആൻഡ് ഡു ദാറ്റ് വർക്ക്. ഓക്കെ, ഓരോന്നും നിങ്ങൾ വായിച്ച് നോക്കി നിങ്ങൾക്ക് അത് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ അതിൽ തന്നിരിക്കുന്നത് എങ്ങനെ എഴുതാനാണ്, എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് അതിൽ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കി എഴുതാനുള്ളതാണ്. ഒന്ന് നോക്കിയേ. 131 പേജ് നമ്പർ 131. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കി അത് ചെയ്യാനുള്ളതാണ്. അതായത് എത്ര പ്രാവശ്യം നോക്കി നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ആൻസർ ചെയ്തൊരു ഉത്തരവുണ്ട് പേജ് നമ്പർ 130. ഹൗ മെനി വിൽ ഗെറ്റ് നോട്ട് ബുക്സ്? എത്ര കുട്ടികൾക്ക് നോട്ട് ബുക്സ് കിട്ടും? 18 നോട്ട് ബുക്കാണ് ഉണ്ടായിരുന്നത് അല്ലേ? 18 നോട്ട് ബുക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 18 നോട്ട് ബുക്സിന് എത്ര വീതം? 2 എണ്ണം വീതം കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ? 18 നോട്ട് ബുക്സിന് 2 എണ്ണം വീതമാണ് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ? 2 എണ്ണം വീതമല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്? ആണോ? അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് കിട്ടും? 18 നോട്ട് ബുക്സ് 2 എണ്ണം വീതം കൊടുത്താൽ എത്ര പേർക്ക് കിട്ടും? 18 നമ്മൾ കഴിഞ്ഞ ദിവസം 2 വെച്ച് ഡിവൈഡ് ചെയ്താണ് കണ്ടുപിടിച്ചത്. അതായത് ഒന്നല്ലെങ്കിൽ 18 2 വീതം കൊടുക്കാം. 2 എണ്ണം കൊടുത്തു 16 ആയി. പിന്നെ 16 വീണ്ടും 2 എണ്ണം കൊടുത്തു 14 ആയി. പിന്നെ 14 വീണ്ടും 2 എണ്ണം കൊടുത്തു 12 ആയി. 12 വീണ്ടും 2 എണ്ണം കൊടുത്തു 10 ആയി. 10 നിന്ന് വീണ്ടും 2 എണ്ണം കൊടുത്തു 8 ആയി. 8 നിന്ന് വീണ്ടും 2 എണ്ണം കൊടുത്തു 6 ആയി. 6 നിന്ന് 2 എണ്ണം കൊടുത്തു 4 ആയി. 4 നിന്ന് 2 എണ്ണം കൊടുത്തു 2 ആയി. ആ 2 എണ്ണം കൊടുത്തു 0 ആയി. അപ്പോൾ എത്ര പ്രാവശ്യം കൊടുത്തു എന്നുള്ളതാണ് നോക്കുന്നത്. 1 2 3 4 5 6 7 8 9. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് 1 കിട്ടുക എന്നതാണ് അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തത് അല്ലേ? ആണോ? നിങ്ങൾ ആ വീഡിയോ ഓൺ ചെയ്ത് നോക്കും മക്കളെ. നിങ്ങൾ കാണേണ്ടത് എത്ര പ്രാവശ്യം പിന്നെ എന്തിനാ വീഡിയോ ഓഫ് ചെയ്യണത്? ആ വീഡിയോ ഓൺ ചെയ്ത് നോക്കൂ. ഓക്കെ. ഇനി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചുണ്ട്. ഈ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹരിക്കാൻ ശ്രമിച്ചു. ഈ ഷെയ്ഡിൽ നമ്മൾ ഹരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കി നമ്മൾ ഹരിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം നമ്മൾ ഹരിക്കാൻ നോക്കുന്നത് ഇവിടെയാണ്. എവിടെയാണ്? ഈ ഒന്നിനെയാണ്. ഈ ഒന്നിനെയാണ്. പക്ഷെ 2 സ്മോൾ ആയതുകൊണ്ട് നമുക്കതിന് എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ
ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ 1 ഈ 2-നേക്കാൾ ചെറുതായതുകൊണ്ട് നമുക്ക് ഇതിനെ 1-നെ ഹരിക്കാൻ പറ്റില്ല. പകരം നമ്മൾ ഈ 2 കൂടി ഒരുമിച്ചെടുക്കാം. അപ്പൊ എത്രയാണ്? 18 ആണ് അല്ലേ? അപ്പൊ ഈ 18 എത്ര പ്രാവശ്യം 2 വീതം ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, 2 വീതം വീതപ്പെടുത്താൻ സാധിക്കും എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ 2-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. 1 2 2 2 4 3 2 6 4 2 8 ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കിട്ടും 9 2 18 എന്ന് കിട്ടും. അപ്പോൾ ആ 9 നമ്മൾ മുകളിൽ കൊടുക്കും അല്ലേ? ആ 9 വിളിച്ചുമ്പോൾ തമ്മിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. എന്തോ 9 2 അത് ഇതിന്റെ സ്ലോ ആയതുകൊണ്ടാണ്. ഓക്കെ, 9 2 18 എന്ന് കിട്ടുകയാണ്. പറ്റുന്നുണ്ടോ? 9 2 18 എന്ന് കിട്ടും. 9 2 18 എന്ന് കിട്ടും. നമ്മൾ കുറിച്ചുകൂടെ എഴുതും. നമ്മുടെ ആൻസർ 9 എന്ന് കിട്ടും. അപ്പൊ ഈ രീതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ നിങ്ങളെ കാണിച്ചു തന്നു. ഇതേപോലെ നിങ്ങൾക്ക് കുറച്ചധികം ചെയ്യാനായിട്ട് ഞാൻ തന്നിരുന്നോ? തന്നിരുന്നില്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പറയൂ, എന്താണ് ഏതാ? എഴുതിയത് ക്ലിയർ ആവുള്ള സൂം ചെയ്ത് നോക്കൂ. അപ്പൊ നല്ലോണം ക്ലിയർ ആയി കിട്ടും. എന്നെ പിൻ ചെയ്യും ആദ്യം, സ്ക്രീനിൽ പിൻ ചെയ്ത് വെച്ച് അത് സൂം ചെയ്യുമ്പോൾ ബോർഡ് നല്ല ക്ലിയർ ആയി കിട്ടും. ഇത്ര ദിവസങ്ങളിൽ ഇന്നലെ എടുത്ത സ്ഥലമല്ല, ഇന്നലെ അതിന് 30 ദിവസങ്ങളിൽ എടുത്തിരുന്ന അതേ ക്ലാസ് മുറി തന്നെ എനിക്കപ്പോൾ ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ. ആ പട്ടി കുറക്കണതിനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു തപസ്യേ. അപ്പൊ ഈ 18 നോക്കിയ കുഞ്ഞുങ്ങളെ. അപ്പൊ നമുക്ക് അതനുസരിച്ച് ഈ ഇപ്പൊ സാറ് ചെയ്തതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജിൽ ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുന്നത്, മൈനസ് ചെയ്യണത്. അപ്പോൾ ഹൗ മെനി ടൈംസ് 2 വാസ് സബ്സ്ട്രാക്ട്, എത്ര തവണ 2 സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ നേരെയുള്ള ബോക്സിൽ. ടെക്സ്റ്റ് ബുക്ക് നോക്കൂ, പേജ് നമ്പർ 131. ആ പേജിൽ ഈ എഴുതിയിരിക്കുന്ന സാധനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു ബോക്സ് കണ്ടോ? എത്ര തവണ 2 സബ്സ്ട്രാക്റ്റഡ് ആയി ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് ഇല്ലേ? കണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ ആൻസർ എഴുതണം. എത്ര തവണയാണ് 2 സബ്സ്ട്രാക്ട് ചെയ്തത്? എത്ര തവണയാണ് 2 സബ്സ്ട്രാക്ട് ചെയ്തത്? എത്ര തവണയാണ്? 9 ടൈംസ് അല്ലേ? ആണോ? അപ്പൊ അതിന്റെ താഴെയുള്ള ബോക്സുകൾ, നീല ബോക്സുകളിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് തന്നിട്ടുണ്ട്. എങ്ങനെ എഴുതണം എന്നുള്ളത് ഒരെണ്ണം തന്നിട്ടുണ്ട്. 1+1 ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കി കംപ്ലീറ്റ് ചെയ്യണം കേട്ടാ. ആ പേജ് നിങ്ങൾ വായിച്ചു നോക്കി കംപ്ലീറ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ് കേട്ടാ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ക്ലാസ് റൂമിൽ ഇരുന്ന് നമുക്ക് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ്. അടുത്ത പേജിലെ ആക്ടിവിറ്റിയാണ്. അടുത്ത പേജിലെ ആക്ടിവിറ്റി നോക്കിയേ. അടുത്ത പേജിലെ ആക്ടിവിറ്റി കണ്ട ആ ചോദ്യം തന്നെ ഉണ്ട്. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്സ് ഡിസ്ട്രിബ്യൂഷൻ, ബുക്ക് വിതരണം ചെയ്തതാണ്. നോക്കിയേ. 1 ബണ്ടിൽ, ഇത് ഞാൻ മാച്ചോട്ടെ, ബോർഡിൽ എഴുതിയാലോ. അടുത്തത് ഭയങ്കര സിമ്പിൾ ആണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കിയേ, ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്യാനാണ്. 1 bundle has 50 notebooks of 200 pages. 200 pages ഇല്ല, എത്ര
എത്ര നോട്ട് ബുക്കുകൾ ഒരു ബണ്ടിലുണ്ട്? എത്ര നോട്ട് ബുക്കുകളുണ്ട്? 15 അല്ലേ? എത്രയാണ്? 15. ഓക്കെ. If 3 books are given to each child, how many children will get notebooks? എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 വീതം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര കുട്ടികൾക്ക് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15 എന്ത് ചെയ്യണം? 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 15നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് ഈസിലി. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾക്ക് 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് എടുക്കും. ഓക്കെ, ചെയ്യാൻ പറ്റൂലേ? ചെയ്തേ, വേഗോട്ടെ, ആൻസർ വരട്ടെ, പെട്ടെന്ന് വരട്ടെ. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. 15 എഴുതുക, 3 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ 1 നമ്മൾ ആദ്യം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ 1 3-നേക്കാൾ വലുതാണ് ചെറുതാണോ? 1 3-നേക്കാൾ വലുതാണോ ചെറുതാണോ? നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യരുത്. ഞാൻ പല പ്രാവശ്യം പറയുന്നത്. എന്താ പിന്നെ വീഡിയോ ഓഫ് ചെയ്യണത്? ചെറുതാണ്. അപ്പൊ നമുക്കത് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൂടി ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എത്രയാണ്? 15 ആണ് അല്ലേ? 15 ആണ്. 15നെയാണ് നമ്മൾ 3 വീതം ഡിവൈഡ് ചെയ്യുന്നത്. 3 വീതം നമ്മൾ 15നെ ഡിവൈഡ് ചെയ്യാറ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലേക്ക് ഓർത്ത് കൊടുക്കാം. 1 3s are 3s, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15 അല്ലേ? നമുക്ക് കിട്ടാണ്. അപ്പൊ ആ കിട്ടുന്നത് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? മുകൾ ഭാഗത്താണ് ചെയ്യുന്നത്. 5 3s are 15 അല്ലേ? അപ്പൊ നമ്മളത് എഴുതുന്നത് 5 3s are 15 എന്ന് എഴുതുന്നു. മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്ത് നോക്കുമ്പോൾ 0 0 വരുമ്പോൾ നമ്മുടെ ആ ഡിവിഷൻ അവിടെ അവസാനിക്കുന്നു. But we got the answer as 5. മനസ്സിലായില്ലേ? കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? കിട്ടിയോ? യെസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ അവിടെ കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ ഉത്തരം എഴുതാം. എത്രയാണ്? 5 എന്ന് നമുക്ക് എഴുതാം. 5 കുട്ടികൾക്ക് ഇതിപ്പോൾ നമ്മൾ 3 ബുക്ക് വീതം എത്ര കുട്ടികൾക്ക് കൊടുത്തു? 5 കുട്ടികൾക്ക് കൊടുത്തു എന്ന് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ചെക്ക് ബോക്സ് കാണും. ഒരു ബോക്സ് നിങ്ങൾക്ക് കാണും. ഒരു ബോക്സ് കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ? ചിൽഡ്രൻ നോട്ട് ബുക്സ് എന്നൊക്കെ എഴുതിയേക്കണത് ഇല്ലേ? ടോട്ടൽ എന്ന് എഴുതിയേക്കണത് കണ്ടു. ഓക്കെ, അത് എന്താണ്? 5 കുട്ടികൾക്ക് 15 നോട്ട് ബുക്ക് തുല്യമായി വിധിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കവിടെ 3 ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ? ഈ ബോക്സ് തന്നിരിക്കുന്നത് 1000 ചിൽഡ്രൻ, രണ്ടാമത് നോട്ട് ബുക്സ്, മൂന്നാമത് ടോട്ടൽ അല്ലേ? അപ്പൊ ഇതിൽ ഓരോ കുട്ടിയുടെയും എണ്ണം കൊടുക്കുകയാണ് അല്ലേ? എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എത്ര കുട്ടികൾ തന്നിട്ടുണ്ട്? 5 കുട്ടികൾക്ക് വിതരണം ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കുട്ടി ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, നാലാമത്തെ കുട്ടി, അഞ്ചാമത്തെ കുട്ടി നമ്മൾ എഴുതിയിട്ട് അല്ലെ? ഓരോരുത്തർക്കും നമ്മൾ ഓരോന്ന് വീതമാക്കി കൊടുക്കും. ആദ്യ കുട്ടിക്ക് ഒരെണ്ണം കൊടുക്കും, രണ്ടാമത്തെ കുട്ടിക്ക് ഒരെണ്ണം കൊടുക്കും, മൂന്നാമത്തെ കുട്ടിക്ക് ഒരെണ്ണം കൊടുക്കും, നാലാമത്തെ കുട്ടിക്ക് ഒരെണ്ണം കൊടുക്കും, അഞ്ചാമത്തെ കുട്ടിക്ക് ഒരെണ്ണം കൊടുക്കും. എത്ര നമ്മൾ കൊടുത്തു? 1 2 3 4 5 കൊടുത്തു. എത്ര കൊടുക്കാനുണ്ട്? ആകെ എത്ര? 15 അല്ലേ? അപ്പൊ 5 കൊടുത്തു. ഇനിയിപ്പോ എല്ലാവർക്കും കൊടുത്തപ്പോ 5 കൊടുത്തു. ബാക്കി എത്രയുണ്ട്? 15 5 പോയാൽ ബാക്കി എത്രയുണ്ട്?
15 നിന്ന് 5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 15 നിന്ന് 5 പോയാൽ ബാക്കി ഉണ്ടാവോ? എത്ര ഉണ്ടാവും? 15 നിന്ന് 5 പോയാൽ ബാലൻസ് എത്ര ഉണ്ടാവും? 15 നിന്ന് 5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 10 അല്ലേ? 15 നിന്ന് 5 പോയാൽ നമുക്ക് we have 10. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വീണ്ടും ഓരോന്ന് വീതം കൊടുക്കാം. അപ്പൊ വീണ്ടും ഓരോന്ന് കൊടുക്കും. നേരത്തെ 5 കൊടുക്കും, അപ്പൊ വീണ്ടും 5 കൊടുക്കും. അപ്പൊ നമ്മൾ എത്ര എണ്ണം കൊടുത്തു? ആദ്യം 5 കൊടുത്തു, ഇപ്പൊ 5 കൊടുക്കും. അപ്പൊ എത്ര എണ്ണം കൊടുത്തു? നേരത്തെ 5 കൊടുത്തു, വീണ്ടും 5 കൊടുക്കും. എത്ര എണ്ണം കൊടുത്തു? ആദ്യം നമ്മളൊരു 5 കൊടുത്തായിരുന്നു ഇല്ലേ? 5 കൊടുത്തില്ലേ? 5 കൊടുത്തപ്പോൾ നിങ്ങൾ ബാക്കി 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്ന് വീണ്ടും ഒരു 5 കൂടി കൊടുത്തു. കാരണം 5 പേർക്ക് പോലെ കൊടുത്തപ്പോൾ 5 കൂടി പോയി ഇല്ലേ? ഇപ്പൊ 2 5 വീതം കൊടുത്തു. ഇപ്പൊ എത്ര എണ്ണം ആകെ കൊടുത്തിട്ടുണ്ട്? വിതരണം ചെയ്തു നമ്മളിപ്പോ എത്ര എണ്ണം വിതരണം ചെയ്തു? ഒരു 5 ആദ്യം കൊടുത്തു, വീണ്ടും ഒരു 5 കൂടി കൊടുത്തു. അപ്പൊ ആകെ എത്ര എണ്ണം കൊടുത്തു? 5 + 5 10 കൊടുത്തു. ഇനി ബാക്കി എത്രയുണ്ട്? നമ്മളടുത്ത് ആകെ ഉണ്ടായിരുന്നത് 15 ആണ് അല്ലേ? 15 അല്ലേ? യെസ്, we have 15 and we disbursed 10 right now. ഇപ്പൊ 10 കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് എത്ര ഉണ്ടാവും? 0 ഉണ്ടാവില്ലല്ലോ. 0 അല്ലോ. we have 15, നമുക്ക് 15 എണ്ണം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ എത്ര കൊടുത്തിട്ടുള്ളൂ? ഒരു 5 ആദ്യം കൊടുത്തു, പിന്നെ ഒരു 5 കൂടി കൊടുത്തു. അപ്പൊ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 10 കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 കൂടി നമുക്ക് ബാലൻസ് ഉള്ളൂ അല്ലേ? ഒരു 5 കൂടിയല്ലേ ബാലൻസ് ഉള്ളൂ? അല്ലേ? ആണോ? അതെ, ആ 5 കൂടി നമുക്ക് ഒന്നുകൂടി കൊടുത്തു. ഇപ്പൊ നമ്മള് ആദ്യം ഒരു 5 കൊടുത്തു, പിന്നെ ഒരു 5 കൊടുത്തു, പിന്നെ ഒരു 5 കൊടുത്തു. അപ്പൊ നമ്മൾ എത്ര എണ്ണം കൊടുത്തു? 15 കൊടുത്തു കഴിഞ്ഞു. 15 കൊടുത്തു കഴിഞ്ഞില്ലേ? കൊടുത്തു കഴിഞ്ഞോ? കഴിഞ്ഞു. പിന്നെ ഓരോ കുട്ടിക്കും എത്ര എണ്ണം എന്നുള്ളത് നോക്കാം. ഈ കുട്ടിക്ക് 3, ഈ കുട്ടിക്ക് 3, ഈ കുട്ടിക്ക് 3, ഈ കുട്ടിക്ക് 3, ഇത് 3. അപ്പൊ ആകെ 3 + 3 + 3 + 3 + 3 എത്ര എണ്ണം കൊടുത്തു കഴിഞ്ഞു? 15 ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ കൊടുത്ത് കഴിഞ്ഞു. ഇതാണ് എവിടെയാണ് നിങ്ങൾക്ക് പേജ് നമ്പർ 132 എന്ന പേജിൽ ചെയ്യാനുള്ള ബോക്സ് ചെയ്യാനുള്ള ആൻസർ. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ സാധനം ചെയ്യുന്നതിന് പകരം നമ്മൾ നേരെ 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും എന്ന ഉത്തരം നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? അതാണ് നമ്മൾ ഈ ചെയ്ത ക്രിയ. ഇതേപോലെ ബോക്സ് എഴുതി വിതരണം നേരത്തെ നമ്മൾ മൈനസ് ചെയ്ത് കുറക്കാതെ ഇതേപോലെ എഴുതി കൂട്ടാതെ ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്തുക എന്ന കോൺക്രീറ്റ് സ്റ്റേജ്, ഏറ്റവും എളുപ്പത്തില് ഉത്തരത്തിലേക്ക് എത്തുക എന്ന ഈ മാർഗമാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇതാണ് ആദ്യത്തെ ക്ലാസ് മുതൽ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ചെയ്യാം. ക്ലാസ് ലൈബ്രറി എന്ന ആക്ടിവിറ്റി 2 or 3 പ്രാവശ്യം യു ഷുഡ് റീഡ്. നല്ലോണം വായിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം, പിന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യാനുള്ളതെന്നുള്ളത് ചെയ്യാം. സ്റ്റാർട്ട്. ലൈബ്രറിയിലേക്ക് 56 ബുക്സ് വേർ ഗിവൺ ടു അവർ ലൈബ്രറി. 3rd സ്റ്റാൻഡേർഡിൻ്റെ ലൈബ്രറിയിലേക്ക് നൽകിയിട്ടുണ്ട്. ദാറ്റ് ബുക്സ് ആർ ഷെൽഫിൽ ദേ ആർ ഗോയിങ് ടു അറേഞ്ച് ഇൻ എ ഷെൽഫ്. 7 rows ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. എല്ലാ റോസിലും ഈക്വൽ പുസ്തകങ്ങൾ വേണം അവർക്ക് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഓരോ റോയിലും എത്ര പുസ്തകം കിട്ടുന്നു എന്നത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 56നെ 7 വെച്ച് നമുക്ക് ആകെ കിട്ടിയ പുസ്തകത്തെ എത്ര ഷെൽഫുകളുണ്ട് ആ എണ്ണം വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്താൽ we will get that answer.
അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ രീതി എഴുതിയിട്ടിരിക്കുന്നു. 56 നമ്മൾ ആദ്യം 5-നെയാണ് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 5 എന്ന് വെച്ചാൽ 50. അപ്പോൾ അതിന് നമുക്ക് നേരിട്ട് പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇത് ഹോളായിട്ട് ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് 56 എന്ന് ലഭിക്കുന്നു. ആ 56-നെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ 7-ൻ്റെ ആ പട്ടിക, അതായത് 7-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക, ചെയ്യുക. പെട്ടെന്ന് ചെയ്ത് വാഗോട്ടെ. നോക്കുക അല്ലേ. 1 7 7, 2 7 14, 1 7 7, 2 7 14, 3 7 21, 4 7 28, 5 7 35, 6 7 42, പിന്നെ 7 7 49, 8 7 56. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരിക? 8 അല്ലേ? എന്നിട്ട് നമ്മൾ എഴുതുന്ന 8 7 56 എഴുതുന്നു. ഈ 56-നെ നമ്മൾ മൈനസ് ചെയ്ത് നോക്കുകയാണ് അല്ലേ. 0 5 5 0. നമ്മുടെ ഡിവിഷൻ ഇവിടെ പൂർത്തിയാവുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയാണ് ഓരോ റോയിലും എത്ര എണ്ണം വീതം വേണം? 8 എണ്ണം വീതം വേണം എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നു. ക്ലിയർ അല്ലേ? നിങ്ങൾക്കത് ചെയ്യുന്ന രീതി ക്ലിയർ അല്ലേ? അല്ല, തൊട്ടടുത്ത പേജ്, പിന്നെ പേജ് നമ്പർ ചോദിക്കുന്നതിനാണ്. ഇപ്പോഴത്തെ തൊട്ടടുത്ത പേജ്, നെക്സ്റ്റ് ആക്ടിവിറ്റി, തൊട്ടടുത്ത ആക്ടിവിറ്റി ബനാന ഗ്രൂ എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ? ബനാന ഗ്രൂ കണ്ടായിരുന്നോ? യെസ്, ബനാന ഗ്രൂസ്. അത് നിങ്ങൾ വായിച്ചു നോക്കി. ഇപ്പൊ ഈ ചെയ്തതുപോലെ ചെയ്ത് ആൻസർ ആയിട്ട് വരിക. 5 മിനിറ്റ് സമയം മാത്രമേ ഞാൻ അതിന് അനുവദിക്കുന്നുള്ളൂ. ഈ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ആൻസർ 9. ഓക്കെ, 72 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കുന്നു. 72 ടേബിൾ ചെയ്ത് നോക്കുന്നു. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 8 72 നമുക്ക് കിട്ടുന്നുണ്ട് ടേബിളിൽ. അപ്പോൾ അത് എഴുതുന്നു. ഇത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 0 വരുമ്പോൾ നമ്മുടെ ഡിവിഷൻ ഇവിടെ അവസാനിക്കുന്നു. വി ഗോട്ട് ദ ആൻസർ ആസ് 9. ഓക്കെ, ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതിനുശേഷമുള്ള 3 ആക്ടിവിറ്റീസ്. പെൻസിൽസ്, ഹൗ മെനി പാക്കറ്റ്സ്, മേക്കിംഗ് ഷെയ്സ്, ഹൗ മെനി ടേബിൾസ്. 4 പ്രവർത്തനം കിടക്കുന്നുണ്ട്. തുടർച്ചയായ ആ പേജിലുള്ള 4 പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഹോം അസൈൻമെൻ്റ് ആണ്. ആ 4 പ്രവർത്തനങ്ങളും നിങ്ങൾ സ്വന്തമായി തന്നെ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. ദാറ്റ്സ് ഫോർ ടുഡേ. ഓക്കെ, ഇന്നത്തേക്ക് അത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ചെയ്യുന്നത് അയച്ചു തരണോട്ടോ. ആരും തന്നെ ചെയ്യുന്നില്ല, അയച്ചു തരുന്നില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കും.